സർ, 2020 ഡൽഹി കലാപത്തിൽ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ് പോലീസ്. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര ഐക്യത്തെയും അന്താരാഷ്ട്ര നിലയെയും തകർക്കാൻ മനഃപൂർവ്വം നടത്തിയ ഒരു ശ്രമം അതാണ് ഡൽഹി കലാപം എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക? മോദി സർക്കാരിനെ യഥാർത്ഥത്തിൽ പുറത്തിറക്കാൻ വേണ്ടി അല്ലെങ്കിൽ താഴെ ഇറക്കാൻ വേണ്ടി മറ്റേതെങ്കിലും ഒരു ശക്തികൾ, ബാഹ്യശക്തികൾ എന്ന് മാത്രമല്ല, ഡീപ് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ളവരുടെ ഒരു പങ്ക് നമുക്കിതിൽ സംശയിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഈ ട്രംപ് വന്നു ഇന്ത്യയിൽ അന്ന് അറിയാമല്ലോ, അവിടെ ചേരികൾ മറച്ചു പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരള മാധ്യമം ഉൾപ്പെടെയുള്ളൊരു ഓർമ്മയുണ്ടോ? ഈ ഗുജറാത്തിലെ ചേരികൾ മറച്ചാൽ അയാളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി അവിടെ മതിൽ കെട്ടിയതാണ്. അല്ലെങ്കിൽ ആ രീതിയിലേക്ക് സെക്യൂരിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതിനകത്ത് പുതിയ വ്യാഖ്യാനം ഒന്നുമില്ല. ട്രംപിനെ കാണിക്കാതിരിക്കാൻ, ട്രംപിനെ ഇവിടെ വന്നിട്ട് നോക്കിക്കണ്ടാലേ ഒക്കത്തുള്ളല്ലോ ഇവിടെ ചേരിയുണ്ടോ അല്ലെങ്കിൽ ഇവിടെ ദുരിതമുണ്ടോ എന്നറിയാം. സാറ്റലൈറ്റിൽ കൂടെ ഇന്ത്യ മഹാരാജ്യവും ലോകം മൊത്തം കാണാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ ആദ്യം ഉള്ള രാജ്യം അമേരിക്ക, മനസ്സിലായി. അപ്പൊ അത് ഇവിടുത്തെ ആൾക്കാരെ, സാധാരണക്കാരനെ മനസ്സിലാക്കുന്നില്ല. അപ്പൊ പറഞ്ഞത് അന്ന് ഈ പറയുന്ന പോലെ ഗുജറാത്തിൽ ഈ പറയുന്നത് പോലെ അദ്ദേഹം പ്രസംഗിക്കാൻ അല്ല അലഹബാദിലാണെന്ന് തോന്നുന്നു അദ്ദേഹം പ്രസംഗിക്കാൻ വരികയും അതിനകത്ത് അന്ന് ഇവിടെ കലാപം പൊട്ടിപ്പുറപ്പെടുകയൊക്കെ ചെയ്തു. ഡൽഹിയിൽ വലിയ കലാപം, അതായത് കലാപത്തിന്റെ പുറകിലുള്ള മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വേട്ട. അതിവിടെ കലാപമാകുന്നു, വലിയ പ്രശ്നമാകുന്നു, ആഭ്യന്തര യുദ്ധമാകുന്നു. അത് ഒരുപക്ഷെ ലോകത്ത് അമേരിക്കൻ പ്രസിഡന്റ് വന്നപ്പോൾ തന്നെ ഓപ്പറേറ്റ് ചെയ്താൽ അത് ലോകത്തുടനീളം ചർച്ചയായിക്കൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പഴുത്, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഒക്കെ ഇല്ലായ്മ ചെയ്യുന്ന രാജ്യമാണെന്നുള്ള ഒരു ക്ലെയിം യുഎസിലും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഐക്യരാഷ്ട്രസഭയിലും ഒക്കെ അവതരിപ്പിക്കാൻ ഇതിന് നേരിട്ട് ബോധ്യമെന്ന ആളെന്നുള്ള ഒരു സാഹചര്യം ഉരുത്തിരിച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു ലക്ഷ്യം. ഏതായാലും അതിനുശേഷം കലാപം അടിച്ചൊടുക്കുന്നു, നോവലിന്റെ കൈ കിട്ടുന്നു. നോവല് എല്ലാവരെയും ആവശ്യം പോലെ, അല്ലെങ്കിൽ കലാപത്തിന്റെ ഫ്യൂസ് അയാൾ ഊരി ഇപ്പോഴും അകത്ത് കിടപ്പുണ്ട്. ഇപ്പം അകത്ത് കിടക്കുന്നവന്മാര് ഈ പറയുന്നത് പോലെ കലാപത്തിന് ശേഷം പലവട്ടം ഈ പറയുന്നത് പോലെ ജാമ്യത്തിന് ശ്രമിച്ചപ്പോഴൊക്കെ ഈ കലാപകാരികൾ വളരെ കൃത്യമായിട്ട് രാജ്യവിരുദ്ധ ശക്തികളായിരുന്നെന്നും ആ രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയതെന്നും രാജ്യവിരുദ്ധ ശക്തികൾ ഇതിന്റെ പിറകിലുണ്ടായിരുന്നെന്നും ഒക്കെ ഉള്ള രീതിയിൽ, അതായത് ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് രാജ്യവിരുദ്ധ, അതായത് UAPA ബോധ്യപ്പെട്ടുകൊണ്ട് ഇവർക്ക് ജാമ്യം കിട്ടാത്ത അവസ്ഥയുണ്ട്. അപ്പം ഇതിന്റെ അകത്ത് വീണ്ടും ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരുന്നതെന്ന് പറഞ്ഞാൽ ഈ കലാപം വളരെ കൃത്യമായിട്ട് ആസൂത്രിതമായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണമാറ്റത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യ ജനാധിപത്യ സംവിധാനത്തിൽ അധികാരത്തിൽ വന്നിരുന്ന ഒരു ഗവൺമെന്റ്, പ്രത്യേകിച്ച് അന്നത്തെ പ്രധാനമന്ത്രി മോദിയായിരുന്നു, മോദിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായിട്ടുള്ള ഒരു രാജ്യത്തിനകത്ത് ആ രാജ്യത്തിന്റെ എല്ലാവിധ സംവിധാനങ്ങളെയും അട്ടിമറിക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ തകിടം മറിക്കുന്നതിന് വേണ്ടിയുമുള്ള കലാപ ശ്രമമായിരുന്നു. ആ കലാപത്തിലൂടെയുള്ള ഒരു ചേഞ്ച് അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ സാധിക്കത്തില്ല. അത്തരത്തിലുള്ള ആൾക്കാരെ വീണ്ടും ജാമ്യത്തിൽ ഇറക്കിയാൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ വീണ്ടും ലൈവായാൽ, ഒരുപക്ഷെ വെളിയിൽ വന്നാൽ ഇതിനുള്ള സാധ്യത വളരെ കൂടുതൽ ആണെന്നുള്ള രീതിയിലേക്കുള്ള ഒരു സത്യവാങ്മൂലമാണ് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ചോദിച്ചു, അട്ടിമറിക്ക് വേണ്ടിയായിരുന്നോ എന്ന്. അട്ടിമറിക്ക് വേണ്ടിയായിരുന്നു, ഡീപ് സ്റ്റേറ്റ് ഉണ്ടായിരുന്നു, ഇത്തരത്തിൽ പല കലാപങ്ങൾ. ഈ ഒരു പക്ഷേ ഈ പറയുന്ന കലാപം, ഡൽഹി കലാപം, അത് ഈ പറയുന്ന നമ്മുടെ ഇതിന്റെ പേരിലായിരുന്നെങ്കിൽ, അതിനുശേഷം ഇതിന്റെ പേരിലെന്ന് പറഞ്ഞാൽ, അപ്പൊ അന്ന് ഡൽഹിയിൽ നടന്ന കലാപത്തിന്റെ പുറകിലുള്ള മുദ്രാവാക്യം എന്ന് പൗരത്വ ഭേദഗതി ബില്ല്, അല്ലെങ്കിൽ അത്തരത്തിൽ മുസ്ലിങ്ങൾക്കെതിരെയാണെന്നും പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് അത്തരത്തിലൊരു കലാപം ഉണ്ടാക്കി, ആ കലാപം സമരം ഉണ്ടാക്കി, പ്രക്ഷോഭം ഉണ്ടാക്കി, ഇന്ത്യയിൽ മൊത്തം ആ കലാപം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇപ്പൊ ഇതിന്റെ പുറകില് ഈ പറയുന്നത് പോലെ ഈ ഇന്ത്യക്കകത്തല്ല, വെളിയിൽ നിന്നുള്ള സോഴ്സ് ഉണ്ട്. അമേരിക്ക ഉൾപ്പെടെ, ഡീപ് സ്റ്റേറ്റ് ഉൾപ്പെടെ ഉണ്ട്. ഈ അതിനുശേഷം നടന്ന കാർഷിക ബില്ലിനെതിരെ നടന്ന സമരം, അഗ്നിപഥിനെതിരെ നടന്ന സമരം എന്താണ്? ഏറ്റവും അവസാനം ഈ പറയുന്ന ലഡാക്കിൽ നടന്ന ജൻസി കലാപത്തിന്റെ പുറകിൽ ആരാണ്? അപ്പൊ ഇതിന്റെ എല്ലാം പുറകിൽ നിരന്തരമായിട്ട് ഒന്നിനു പുറകെ ആയിട്ട് ഇങ്ങനെ കലാപങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഒരു കലാപം ആസൂത്രണം ചെയ്യുന്നതിന്റെ പുറകിൽ ഇന്ന ആളുണ്ടായിരുന്നു, സത്യവാങ്മൂലം കൊടുക്കുന്നത്, ഇതിന്റെ പുറകിൽ നടന്ന കലാപത്തിന്റെ എല്ലാം സ്വഭാവവും ഇതിന്റെ പുറകിലുള്ള ആൾക്കാരും ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. ഏറ്റവും അവസാനം ഈ പറയുന്നത് പോലെ പ്രതിപക്ഷ നേതാവ് നയിച്ച ഈ പറയുന്ന വോട്ട് ചോരി യാത്രയുടെ പുറകിൽ പോലും കലാപശ്രമം ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് രോഹിംഗ്യ മുസ്ലിങ്ങളെയും അല്ലെങ്കിൽ ഈ പറയുന്ന ബംഗ്ലാദേശികളെയും പുറത്താക്കുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അവരെ ഉപയോഗിച്ച് കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി, അവരെ ഇവിടെ അതിനുവേണ്ടി
ആയിരുന്നു ഈ പറയുന്ന രഹസ്യ സ്വഭാവത്തിൽ ആധാർ കാർഡും മറ്റു പല സംവിധാനങ്ങളും കൊണ്ടുവന്ന് അവരെ ഇവിടെ നിലനിർത്തിയിരുന്നെന്ന് വെളിച്ചപ്പെടുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇത്തരത്തിൽ ഈ കലാപങ്ങളുടെ എല്ലാം പുറകിൽ ഈ പറയുന്നത് പോലെ കൃത്യമായ ഒരു ആസൂത്രണമുണ്ട്. അതുകൊണ്ട് ഡൽഹി കലാപത്തിനകത്ത് ഈ പറയുന്ന പോലെ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ, ഉമർ ഖാലിദ്, മീര ഹൈദർ എന്നൊക്കെ പറയുന്നവരുടെ ജാമ്യം യാതൊരു കാരണവശാലും അനുവദിക്കാൻ കൊടുക്കില്ല. സുഡാപ്പികൾ പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിനകത്ത് ഈ പറയുന്ന തെളിവ് സഹിതം അന്വേഷണത്തിനകത്ത് വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത്. അതായത് ഈ കലാപങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസിന്റെ എല്ലാം പിറകിൽ ഏറ്റവും അവസാനം ഇപ്പൊ നമ്മളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, CAA അല്ല CAA എന്ന് പറഞ്ഞാൽ അല്ല CIA, അമേരിക്കൻ ചാരസംഘടന മോദിയെ വധിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അത് വളരെ കൃത്യമായിട്ട് ഇപ്പം പല യാത്രകളും മോദി ക്യാൻസൽ ചെയ്തിരിക്കുന്നത് പോലും അത്തരത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ടും അല്ലെങ്കിൽ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ ഉള്ളത് കൊണ്ടാണെന്നും, ഈ ബംഗ്ലാദേശിൽ അടുത്തിടെ ഒരു കമാൻഡോ കൊല്ലപ്പെടുകയും ആ കമാൻഡോ കൊല്ലപ്പെട്ടത് അജ്ഞാതന്റെ ആക്രമണത്തിലാണെന്നും അതിനകത്ത് വിഷം ഉള്ളിച്ചെന്നാണെന്നും അയാൾ അവിടെ വന്നതിന്റെ പുറകിൽ അമേരിക്ക ഇതുപോലെ നിയോഗിച്ചിരുന്ന ഏതാണ്ട് 20ഓളം പേരിൽ ഒരാളായിരുന്നെന്നും, അതിനുശേഷം മഹാരാഷ്ട്രയിൽ ഈ പറയുന്നത് പോലെ പാസ്റ്റർ രൂപേണ വന്ന ഒരാളെ പിടികൂടിയപ്പോൾ അയാൾ ഇതുപോലെ CIA ഡെപ്യൂട്ടേഷന് വർക്ക് ചെയ്യുന്ന ആളാണ്, അയാള് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന പട്ടാളക്കാരനാണ്, അമേരിക്ക ജോലി ചെയ്തുകൊണ്ടിരുന്ന പട്ടാളക്കാരനാണെന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഇന്ത്യയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രമം വലിയ വലുപ്പത്തിൽ നടക്കുന്നു. ആ അട്ടിമറികളെ എല്ലാം മനസ്സിലാക്കി പ്രതിരോധിക്കുമ്പോൾ, ഇല്ലായ്മ ചെയ്യുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ എങ്കിലും ഇല്ലായ്മ ചെയ്യും. പണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രിയും ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിയും നമ്മുടെ പല നേതാക്കന്മാരെ സുഭാഷ് ചന്ദ്രബോസിനെയും ഒക്കെ ഇല്ലാതാക്കിയതിന്റെ പിറകിൽ ഈ അമേരിക്കയുടെ ചാരസംഘടന ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ അതേ വലിപ്പത്തിൽ ഈ പറയുന്ന കാര്യം അത്ര വ്യക്തതയില്ലെങ്കിലും തെളിവുകൾ മുന്നിൽ കാണിച്ചു പറയാൻ സാധിക്കുന്നില്ലെങ്കിലും അവിശ്വസിച്ച് പോകേണ്ട ഒരവസ്ഥ ഇല്ല എന്ന് വേണം കരുതാൻ. അതായത് അത് ഇതിന്റെ കൂടെ ഞാൻ പറയുന്നുള്ളതേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ ഈ സത്യവാങ്മൂലത്തോടുകൂടി അകത്ത് കിടക്കുന്ന സുഡാപ്പികൾ അകത്ത് തന്നെ കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. ജയിൽ പൊളിഞ്ഞാലും വെളിയിൽ വരുന്ന ഒരവസ്ഥ ഇല്ലെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും 2022 നടന്ന ഡൽഹി കലാപം കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നെന്നും അതിനകത്ത് തെളിവുകൾ ഉണ്ടെന്നും കാണിച്ചു തന്നെയാണ് സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. യെസ്, ഈ രീതിയിൽ ഇന്ത്യയുടെ ഐക്യത്തെ തകർക്കുക, മോദി സർക്കാരിനെ താഴെയിറക്കുക എന്നത് മാത്രമായിരുന്നു അന്നത്തെ കലാപത്തിന്റെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ പൗരത്വ ഭേദഗതി ബില്ലിനെയോ അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമത്തെയോ എതിർക്കുക എന്നതായിരുന്നില്ല. അതൊരു കാരണമായി കണ്ടെത്തി ഇത്തരത്തിൽ ബാഹ്യശക്തികളുടെ മാത്രമല്ല പുറത്തു നിന്നുള്ള രാജ്യങ്ങളുടെ പ്രധാനമായും അമേരിക്കയുടെ ഉൾപ്പെടെ ഒരു പങ്കാളിത്തം ഇതിലുണ്ടോ എന്നത് പോലും ചർച്ചകളിൽ സജീവമാവുകയാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ പോലീസ് സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ 2020 ഈ ഡൽഹി കലാപം ആസൂത്രിതമാണ് എന്ന് തന്നെ തെളിഞ്ഞിരിക്കുന്നു. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത്.